ഹായ് ഓൾ, വെൽക്കം ടു ടൂസ് അക്കാഡമി. ടൂസ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടിട്ട് എക്സാമിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ നിങ്ങൾ എല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം. അപ്പൊ ഇന്ന് അക്കാഡമി നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത് കേട്ടിട്ട് കാറ്റഗറി 3 മാത്തമാറ്റിക്സിന് വേണ്ടിയിട്ട് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ പുതിയ മോഡലിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് കേരള സിലബസിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് നമ്മുടെ കുട്ടികളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പുതിയ മോഡലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു മാറ്റം നമ്മുടെ കേട്ടഡ് എക്സാമിന് ഇത്തവണ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട്. അതായത് നമ്മൾ PSC എക്സാംസിന് ഒരുപാട് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ളവരായിരിക്കും നമ്മൾ എല്ലാവരും. എന്നാൽ അത് കേട്ടഡിലേക്ക് ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇത്തവണ കുട്ടികൾക്ക് ആ ഒരു മാറ്റം വന്ന സ്ഥിതിക്ക് നമ്മുടെ കേട്ടഡ് എക്സാമിന് നമ്മൾ എന്ത് ചെയ്യണം? ആ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ചു പോകണം. അപ്പൊ അങ്ങനെ പ്രതീക്ഷിച്ചു പോകുമ്പോഴുള്ള ഏറ്റവും മേജർ ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PSC എക്സാംസിന് പോലും നമ്മൾ മാത്തമാറ്റിക്സിന് അധികം സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യാറില്ല, നമുക്ക് വരാറില്ല അല്ലെ. പക്ഷേ കേട്ടിട്ട് കാറ്റഗറി 3 മാത്തമാറ്റിക്സ് മെയിൻ ആയിട്ട് പഠിക്കുന്നവർക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് വന്നു കഴിയുമ്പോൾ നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്, നമ്മൾ അത് ചെയ്യുകയും ചെയ്യണം. അപ്പൊ അത് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. കേട്ടിട്ട് സെറ്റ്, CTET, നെറ്റ്, HSA, HSST, VHSC, LPSC, UPSC, അത് PSC എക്സാംസിന് വേണ്ടിയിട്ട് ടൂസ് അക്കാഡമി ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. LPSCക്ക് നമ്മുടെ ഫസ്റ്റ് ബാച്ചിൽ നല്ല വിജയമാണ് ടൂസ് അക്കാഡമിക്ക് കൈവരിക്കാൻ സാധിച്ചത്. അപ്പോൾ ആർക്കെങ്കിലും ടൂസ് അക്കാഡമിയുടെ ക്ലാസ് ബാച്ചസിലേക്ക് ചേരുന്നതിന് താല്പര്യമുണ്ടായെങ്കിൽ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പറയുന്നതായിരിക്കും. അപ്പൊ നമ്മൾ അധികം സമയം കളയാതെ തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റീഡ് ദ ടു സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ ബിലോ. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റും തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കാര്യം പറയാം. നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കുക എന്നതാണ്. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. അങ്ങനെ ശരി തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇൻ കേസ് അങ്ങനെയല്ല, രണ്ടും ശരിയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ, അതായത് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. അപ്പൊ അങ്ങനെ കണക്ഷൻ ഉണ്ട് എങ്കിൽ നമുക്ക് ഓപ്ഷൻ മാറ്റേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ദി സം ഓഫ് ദി ഇന്നർ ആംഗിൾസ് ഓഫ് എ പെന്റഗൺ ഈസ് 540 ഡിഗ്രി. ഒരു പെന്റഗണിന്റെ സം ഓഫ് ഇന്നർ ആംഗിളിന്റെ സം എന്ന് പറയുന്നത് 540 ഡിഗ്രി ആണ്. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ദ സം ഓഫ് ദി ഇന്നർ ആംഗിൾസ് ഓഫ് എ ട്രയാംഗിൾ ഈസ് 180 ഡിഗ്രി. 180 ഡിഗ്രിയാണ് ട്രയാംഗിളിന്റെ ഇന്നർ ആംഗിൾസിന്റെ സം. രണ്ട് സ്റ്റേറ്റ്മെന്റ് വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി പഠിക്കുന്ന കാര്യമാണ്. ഈ പോളിഗൺസിന്റെ സമ്മ് കാണാതെ പഠിക്കണം എന്ന് നമുക്കറിയാം അല്ലെ. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ കാണാതെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഒരു N=10 വരെയുള്ള പോളിഗൺസിന്റെ എങ്കിലും നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ടാകും? സമ്മ്, ആംഗിൾ സമ്മ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പഠിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് ഡിറൈവ് ചെയ്ത് കണ്ടുപിടിക്കാം. പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ അതായത് ആ നമ്പേഴ്സ് നമ്മൾ ഫെമിലിയർ ആക്കി വെച്ചു കഴിഞ്ഞാൽ, കാണാതെ പഠിച്ചില്ലെങ്കിലും ഇന്ന നമ്പേഴ്സ് ഒക്കെ നമ്മൾ ഫെമിലിയർ ആക്കി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത്രയും സമയം കൂടി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് തന്നിരിക്കുന്നത് ട്രയാംഗിൾ എപ്പോഴും യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഒരിക്കലും മറക്കില്ല, 180 ഡിഗ്രിയാണ് ട്രയാംഗിളിന്റെ ആംഗിളിന്റെ സമം. പെന്റഗണിന്റെയും നമുക്കറിയാം 540 ഡിഗ്രി തന്നെയാണ്. ഇനി ഇവർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ശരിക്കും ആക്ച്വലി ഈ ഏത് റെഗുലർ പോളിഗൺ ആണെങ്കിലും നമ്മൾ ആര് ബേസ് ചെയ്തിട്ടാണ് ആംഗിളിന്റെ സം പറയാറ്? ട്രയാംഗിളിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മളൊരു ട്രയാംഗിൾ വരച്ചു, ഇതൊരു ട്രയാംഗിൾ ആണ്. ട്രയാംഗിളിന്റെ ആംഗിളിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി തന്നെയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുവാണ്? ഒരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കുവാണ്. ഏതൊരു ക്വാഡ്രിലാറ്ററൽ എടുത്തു കഴിഞ്ഞാലും അതിനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? രണ്ട് ട്രയാംഗിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യുക അല്ലെ. 1, 2. അതായത് ക്വാഡ്രിലാറ്ററലിന്റെ ആംഗിളിന്റെ സം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ട്രയാംഗിളിന്റെ ആംഗിളിന്റെ സമ്മ എന്റെ കൂടെ × 2 ചെയ്താൽ മതി. അതായത് 2 × 180 ഡിഗ്രി ചെയ്താൽ മതി. ഇനി അടുത്തയാള് പെന്റഗൺ ആണ്. ഒരു പെന്റഗൺ എടുത്തു, ആ പെന്റഗണിന്റെ ആംഗിളിന്റെ സമ്മ കാണുന്നതിന് വേണ്ടിയിട്ട് ആ പെന്റഗണിനെ നമുക്ക് എത്ര ട്രയാംഗിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 1, 2, 3.
അത് ഒരു വെർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. 3 ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യാല്ലേ. അപ്പൊ ഇതിന്റെ ആംഗിളിന്റെ സം എന്താ? 3 × 180 ഡിഗ്രി. അതായത് ഇങ്ങനെ പോയി ആണ് നമ്മൾ ഏത് ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുന്നത്? n-2 × 180 ഡിഗ്രി എന്ന് പറയുന്നതല്ലേ നമ്മുടെ ടോട്ടൽ ആംഗിൾ ഓഫ് എ പോളിഗൺ എന്ന് പറയുന്നത്. സോ ടോട്ടൽ ആംഗിൾ, ദ സം ഓഫ് ആംഗിൾ, ഇന്നർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഈസ് n-2 × 180 degree. What is n? N is the number of sides. So for a pentagon, n is equal to 5. So n-2 × 180 degree എന്ന് വരും നമ്മുടെ ആൻസർ. അതായത് 3 × 180 degree. ഈ 3 × 180 degree തന്നെയല്ലേ നമുക്ക് ഇവിടെ അതിന് 3 ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോഴും കിട്ടിയത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിളിന്റെ ആംഗിളിന്റെ സം 180 ഡിഗ്രി ആയതുകൊണ്ട് ആരുടെ ആംഗിളിന്റെ സം 540 ഡിഗ്രി എന്ന് പറയാം? പെന്റഗണിന്റെ സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത്, സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 540 ഡിഗ്രി എന്ന് പറയാം. ഓൾറെഡി നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും ശരിയാണെന്ന് കിട്ടി. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണെന്നാണ് നമ്മുടെ ആൻസറിലേക്കുള്ള ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇത് തെറ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫോൾസ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ട്രൂ. അപ്പൊ ഇതും തെറ്റാണെന്ന് കിട്ടി, കാരണം രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരി തന്നെയാണ്. സോ സി ആൻഡ് ഡി ആർ ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. രണ്ടും ശരിയാണെന്നുള്ളത് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി ഇവർ തമ്മിലുള്ള റിലേഷൻ ചെക്ക് ചെയ്യുക എന്നാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് മനസ്സിലായി? റിലേഷൻ ഉണ്ട്. ട്രയാങ്കിളിന്റെ സം എന്ന് പറയുന്നത് 180 ആയതുകൊണ്ട് തന്നെ, ട്രയാങ്കിളിന്റെ ആംഗിളിന്റെ സം 180 ആയതുകൊണ്ടാണ് പെന്റഗണിന്റെ സം ഓഫ് ആംഗിൾസ് 540 ആയിട്ടുള്ള കിട്ടിയത്. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? സി വരുമോ ഡി വരുമോ? സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് എന്താണ്? is the correct reason of statement 1. സോ നമ്മുടെ ഓപ്ഷൻ ആയിട്ട് നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ ആയിട്ട് പറയാം. സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് 1ന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ തന്നെയായിരിക്കും കൊടുത്തിരിക്കുക. അപ്പൊ ഇങ്ങനെ വേണം നമ്മൾ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ സപ്പോസ് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്നുണ്ടെങ്കിൽ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് കൊണ്ട് നമുക്ക് അവിടെ നിർത്തിവെക്കാം. വേറെ ബാക്കി രണ്ടെണ്ണം വായിച്ചു പോലും നോക്കേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് വൈസ് പ്രോബ്ലംസ് ചെയ്ത് ആൻസർ എളുപ്പത്തിൽ കണ്ടുപിടിക്കേണ്ടത്. കാരണം ഒരു ക്വസ്റ്റ്യൻ ഒരു മാർക്കേ ഉള്ളൂ. അതുപോലെ തന്നെ ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1 മിനിറ്റേ നമുക്ക് സമയമുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് വേണ്ടി വരും? പെട്ടെന്ന് ആൻസേഴ്സ് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ ഇതിന്റെ ആൻസേഴ്സ് ഈ പെന്റഗൺസ്, പോളിഗൺസിന്റെ ഒക്കെ സം ഓഫ് ആംഗിൾസ് ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും സമയം പോവുക ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സമയമായിരിക്കും അവിടെ നഷ്ടപ്പെടുന്നത്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ കാണാതെ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ റെഗുലർ പോളിഗൺസ്? താഴെ തന്നിരിക്കുന്നതിൽ റെഗുലർ പോളിഗൺസ് ഏതൊക്കെയാണെന്നാ ചോദിച്ചിരിക്കുന്നത്. 60, 60, 60. 3 ആംഗിൾസും 60 ആണെങ്കിൽ ഇത് എന്താണ്? ഇക്വിലാറ്റർ ട്രയാങ്കിൾ ആണല്ലേ. സോ ഇക്വിലാറ്റർ ട്രയാങ്കിൾ എന്താണെന്ന് നമുക്കറിയാം. ഒരു റെഗുലർ പോളിഗൺ ആണല്ലേ. അപ്പൊ 1 ആൻസർ വരുന്ന ക്വസ്റ്റ്യൻ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് 1 ആണ്, ഇത് 2 ആണ് കേട്ടോ. ഇത് 2, ഇത് 3, ഇത് 3 ആൻഡ് ദിസ് ഇസ് 4. ഓക്കെ, ദിസ് ഇസ് ദ ഫോർത്ത് വൺ. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇക്വിലാറ്റർ ട്രയാങ്കിൾ, അത് റെഗുലർ പോളിഗൺ ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ ഉള്ള ആൻസേഴ്സ് നോക്കുക. ഇതിന്റെ അകത്തുണ്ട്, ഇതുണ്ട്, ഇതുണ്ട്. ഇത് നമുക്ക് കളയാം. ബി എന്ന് പറയുന്നത് തെറ്റാണ്, കാരണം ബിന്റെ അകത്ത് 1 വന്നിട്ടില്ല. ഇനി അടുത്ത നമ്മൾ സെക്കൻഡ് നോക്കുകയാണ്. സെക്കൻഡ് എന്ന് പറഞ്ഞ റെക്ടാങ്കിൾ ആണ്, കാരണം സൈഡ് 6 ആണ്, 3 ആണ് അല്ലേ. അപ്പം ലെങ്ത്തും ബ്രെഡ്ത്തും ഡിഫറെന്റ് ആയിട്ട് വന്നു. അപ്പൊ 2 നമുക്ക് എന്തില്ല, നമ്മുടെ ഓപ്ഷനിൽ ആവശ്യമില്ല. അപ്പൊ 2 ഉള്ള ഓപ്ഷൻസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പൊ ആൻസർ എന്ത് വരും? ബാക്കി രണ്ടെണ്ണം ചെക്ക് ചെയ്യാതെ തന്നെ ഓപ്ഷൻ ഡി നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടി. അല്ലെങ്കിൽ നമുക്ക് നോക്കാം, 3 എന്ന് പറയുന്നത് റോംബസ് ആണ്. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരാം, 4 സൈഡ്സ് ഈക്വൽ ആണല്ലോ, അപ്പൊ റോംബസ് എന്തുകൊണ്ട് റെഗുലർ പോളിഗൺ അല്ലേ എന്നുള്ള രീതിയിലൊരു കൺഫ്യൂഷൻ വരാം. പക്ഷെ റോംബസ്, നമ്മൾ റെഗുലർ പോളിഗണിന്റെ കണ്ടീഷൻ എന്താണ്? ആംഗിൾസും സെയിം ആയിട്ട് വരണം, ഈക്വൽ ആയിട്ട് വരണം, സൈഡ്സും ഈക്വൽ ആയിട്ട് വരണം. റോംബസിന്റെ കാര്യത്തിൽ എന്ത് മാത്രമേ ഈക്വൽ ഉള്ളൂ? സൈഡ്സ് മാത്രമേ ഈക്വൽ ഉള്ളൂ. ആംഗിൾസ് ഈക്വൽ ആണോ? അല്ല. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ എന്ന് പറയുന്നത് സ്ക്വയർ ആണ് തന്നിരിക്കുന്നത്. ഇത് 90 ഡിഗ്രി ആണ്, 4 സൈഡ്സും ഈക്വൽ ആണ്. അപ്പൊ സ്ക്വയർ എന്താണ്? റെഗുലർ പോളിഗൺ ആണ്. അപ്പൊ 1 and 4 ആർ ദി റൈറ്റ് ആൻസേഴ്സ്. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? റൈറ്റ് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ ദ ഫിഗർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രയാങ്കിൾസ് ഹാസ് circumcenter ഓൺ എനി ഓഫ് ഇറ്റ് സൈഡ്? നമുക്ക് 4 ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. ഈ ട്രയാങ്കിളിലെ സെന്റർ ഏതെങ്കിലും സൈഡിൽ വരുന്ന ട്രയാങ്കിൾ ഏതാണ് എന്നതാണ് നമ്മുടെ ചോദ്യം വന്നിരിക്കുന്നത്.
അപ്പൊ ഇതിന്റെ അകത്ത് ആ ഒരു കൺസെപ്റ്റ് അറിയാമെങ്കിൽ മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ കറക്കി കുത്തി എഴുതിയിട്ട് പോകാമെന്ന് മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ കൺഫ്യൂഷൻസ് പലതും വരാം. ഇതെന്ന് പറയുന്നത് ഐസോസെലസ് ട്രയാങ്കിൾ ആണ്, റൈറ്റ് ട്രയാങ്കിൾ ആണ് സെക്കൻഡ് ഓപ്ഷൻ, തേർഡ് ഓപ്ഷൻ ഇക്ലാറ്റർ ട്രയാങ്കിൾ ആണ്, ഫോർത്ത് ഓപ്ഷൻ എന്ന് പറയുന്നത് സ്കെയിൻ ട്രയാങ്കിൾ ആണ്. അപ്പൊ ചിലപ്പോൾ നമ്മൾ സ്കെയിൻ ട്രയാങ്കിളിൽ എക്സ്ക്ലൂഡ് ചെയ്യുമായിരിക്കും, കാരണം ഇങ്ങനെ വരാനുള്ള സാധ്യത കുറവാണെന്നും പറഞ്ഞു. പക്ഷെ എന്നാലും നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് മെയിൻലി ഇക്ലാറ്റർ ട്രയാങ്കിൾ ആണോ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണോ, അതോ ഐസോസെലസ് ട്രയാങ്കിൾ ആണോ എന്ന കാര്യത്തിലാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുന്നു, ഓ ഇക്ലാറ്റർ ട്രയാങ്കിൾ ചിലപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കാണുമായിരിക്കും എന്നൊരു ചിന്ത ചിലപ്പോൾ വന്നു വരും. പക്ഷെ ആക്ച്വലി എന്താണ്, റൈറ്റ് ട്രയാങ്കിൾ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഏതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും ഏതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാലും അതിന്റെ സർക്കം സെന്റർ വരുന്നത് എവിടെയായിരിക്കും, ഹൈപ്പോട്ടന്യൂസിലായിരിക്കും. ഹൈപ്പോട്ടന്യൂസിന്റെ സെന്ററിലായിരിക്കും ഏതൊരു റൈറ്റ് ട്രയാങ്കിളിന്റെയും സർക്കം സെന്റർ വരുന്നത്. അപ്പൊ സർക്കം സെന്റർ എന്താന്ന് പഠിക്കണം. സർക്കം സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മള് ഈ ട്രയാങ്കിളിന്റെ 3 വെർട്ടെക്സിൽ കൂടെയും പാസ് ചെയ്യുന്ന ഒരു സർക്കിള് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ, ഒരു സർക്കിള് 3 വെർട്ടെക്സിൽ കൂടെയും പാസ് ചെയ്യുന്ന ഒരു സർക്കിള് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ആ സർക്കിളിന്റെ സെന്റർ ആയിരിക്കും സർക്കം സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സെന്റർ അങ്ങനെ സൈഡ് അത് ആ ഒരു സർക്കം സർക്കിളിന്റെ സെന്റർ ആയിട്ട് വരുന്ന ട്രയാങ്കിൾസ് ഏതായിരിക്കും, റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും. അപ്പൊ അത് അറിയാമെങ്കിൽ മാത്രമേ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾക്ക് എന്ത് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് വരച്ചു നോക്കാൻ പറ്റില്ലല്ലോ എക്സാം ഹാളിൽ ഇരുന്ന്. കാരണം നമ്മൾ കോമ്പസ് ഒന്നുമായിട്ടല്ല പോകുന്നത്. കോമ്പസ് ആയിട്ട് പോയാലും നമുക്ക് വരച്ചു നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യാന്, ഇത് പഠിച്ചിട്ട് പോവാതെ നമുക്ക് നിവർത്തിയില്ല. അപ്പൊ ഇങ്ങനെയുള്ള കൺസെപ്റ്റുകളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ വരയ്ക്കുക തന്നെ വേണം. സോ ഏതൊരു റൈറ്റ് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാലും അതിന്റെ സർക്കം സെന്റർ എവിടെയായിരിക്കും, ഹൈപ്പോട്ടന്യൂസിലായിരിക്കും. അറിയാത്തവരാണെങ്കിൽ ഒരു പുതിയ അറിവായിട്ട് അത് എന്ത് ചെയ്യുക, എഴുതി വെക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അരിത്മെറ്റിക് പ്രോഗ്രഷൻ എല്ലാവരും എളുപ്പമായിട്ട് കാണുന്ന ഒരു ടോപ്പിക് ആണ്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഈ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഉള്ള പ്രശ്നം കുറച്ച് ലെങ്തി ആയിരിക്കും. വായിച്ചെത്തുമ്പോൾ തന്നെ നമ്മുടെ 1 മിനിറ്റ് പോകും. അപ്പൊ അത് വായിച്ചു നോക്കാതെ അറ്റൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി ആയിരിക്കും കൂടുതൽ പേർക്കും ഉണ്ടാവുക. പക്ഷെ അത് കളയരുത്. നമുക്ക് കിട്ടുന്ന മാർക്ക് മാക്സിമം എന്ത് ചെയ്യണം, നമ്മൾ സേവ് ചെയ്ത് വെക്കുക തന്നെ വേണം. അപ്പൊ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമുക്ക് അധികം വേണ്ട, 2 സ്റ്റേറ്റ്മെന്റും വായിച്ചു നോക്കുക, ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക. ഫസ്റ്റത്തെ കണ്ടീഷൻ അതാണ്. സോ ഫസ്റ്റ് ഇതെന്ന് പറയുന്നത്, if the sum of second and fifth terms of an arithmetic sequence is 17, then sum of the third and fourth term is also 17. Statement 2 എന്താ, in an arithmetic sequence, if the sum of two positions is equal to the sum of other two positions, then the sum of terms at each pair is the same. എന്താണ് പറഞ്ഞിരിക്കുന്നത്, നമുക്കൊരു അരിത്മെറ്റിക് സീക്വൻസ് ഉണ്ട്. ആ അരിത്മെറ്റിക് സീക്വൻസിന്റെ സെക്കൻഡ് ടേമിന്റെയും ഫിഫ്ത് ടേമിന്റെയും സം എന്ന് പറയുന്നത്, ടേംസിന്റെയും സം എന്ന് പറയുന്നത് 17 ആണ്. ജസ്റ്റ് എഴുതി നോക്കുവാണ്. സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ x2, അല്ലെങ്കിൽ നമുക്ക് a1 a2 കൊടുക്കുവാണെങ്കിൽ a2 എന്ന് എഴുതാം. ഫിഫ്ത് ടേം എന്ന് പറയുന്നത് x5. ഈ സെക്കൻഡ് ടേമിന്റെയും ഫിഫ്ത് ടേമിന്റെയും സം എന്ന് പറയുന്നത് 17 ആണ്. അങ്ങനെയാണ് എങ്കിൽ തേർഡ് ടേമിന്റെയും ഫോർത്ത് ടേമിന്റെയും സമ്മും 17 തന്നെ ആയിരിക്കും എന്നാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നേ, if the sum of two positions is equal to the sum of other two positions, then the sum of terms at each pair is the same. സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാവില്ല അല്ലെ. നമുക്കൊരു അരിത്മെറ്റിക് സീക്വൻസ് എഴുതി നോക്കാം. 2, 4, 6, 8, 10, 12, 14, etc. ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണല്ലോ. സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സും ആണ്. ഇത് നമ്മൾ നോക്കുവാണ്. നമ്മൾ ആ രണ്ടുപേരും എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് പൊസിഷനിലുള്ള ആളെ, ഇവിടെ നമുക്ക് സെക്കൻഡ് ഫിഫ്ത്തും ആണല്ലോ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫിഫ്ത്ത് പൊസിഷനിലുള്ള ആള്, ഇത് 1, 2, 3, 4, 5. ഫിഫ്ത്ത് പൊസിഷനിലുള്ള ആൾ എന്ന് പറയുന്നത് ഈ 10 ആണ്. ഇത് സെക്കൻഡ് പൊസിഷനിലുള്ള ആള്, ഇത് ഫിഫ്ത്ത് പൊസിഷനിലുള്ള ആൾ അല്ലേ. അപ്പൊ സെക്കൻഡ് 2ഉം 5ഉം കൂടി ആഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും, 2 + 5. അതായത് അതിന്റെ പൊസിഷന്റെ സം ആഡ് ചെയ്യുക, 7 വരും അല്ലെ. ഇനി അവരുടെ ടേം, ആ രണ്ടാമത്തെ പൊസിഷനിലുള്ള ആൾ ആരാ, 4 അല്ലേ. അപ്പൊ 4ഉം അഞ്ചാമത്തെ പൊസിഷനിലുള്ള ആൾ ആരാണ്, 10 ആണ്. 4ഉം 10ഉം കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ 14 കിട്ടും.
ഇനി നോക്കുക, 5ഉം 2ഉം കൂടി കൂട്ടിയപ്പോ 7ആണ് കിട്ടിയത്. ഇവിടെ അതുപോലെ തന്നെ 5ഉം 2ഉം കൂടി കൂട്ടിയപ്പോ 7 കിട്ടി. ഇനി പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെയും നാലാമത്തെയും പൊസിഷനാണ്. അതായത് 3ഉം 4ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആരെ തന്നെ കിട്ടും? 7 തന്നെ കിട്ടും അല്ലെ? 3+4ഉം 7 തന്നെ കിട്ടും. നമ്മളിത് ഇവിടെ വേറെ നമ്പേഴ്സ് എടുക്കുവാണ്. ഫസ്റ്റ് പൊസിഷനും പിന്നെ എത്രാമത്തെ പൊസിഷനും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് 7 വരിക? ആ, 6th പൊസിഷനിലുള്ള അല്ലെ? അതായത് ഇത് ഫസ്റ്റ് പൊസിഷനിലുള്ള ആള്, ഇത് 6th പൊസിഷനിലുള്ള ആൾ. അവരൊന്ന് ആഡ് ചെയ്ത് നോക്കാം. അതായത് 1+6 7 കിട്ടി. അതുള്ള ഒരു പേര് നമ്മൾ എടുത്തു. ഫസ്റ്റ് പൊസിഷനിലുള്ള ആള് 2 ആണ്. 2 പ്ലസ് 6th പൊസിഷനിലുള്ള ആള് 12 ആണ്. ആ രണ്ട് നമ്പേഴ്സും ആഡ് ചെയ്യുമ്പോഴും എന്ത് തന്നെ കിട്ടി? 14 കിട്ടി. ഇനി അടുത്തത് തേർഡ് ഫോർത്ത് നോക്കാം. തേർഡ് പൊസിഷൻ എന്ന് പറയുന്നത് 6 ആണ്. ഫോർത്ത് പൊസിഷൻ എന്ന് പറയുന്നത് 8 ആണ്. സോ 3ഉം 4ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7 കിട്ടും. അതുപോലെ 6ഉം 8ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 14 കിട്ടും. അതായത് പൊസിഷന്റെ സം സെയിം ആണെങ്കിൽ അവരുടെ ടേംസിന്റെ സമ്മും എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. പൊസിഷൻ സം എന്ന് പറയുന്നത് സെയിം ആണ് എങ്കിൽ ടേമിന്റെ സമ്മും എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. ടേമിന്റെ സമ്മും സെയിം തന്നെയായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്താണ് ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ എടുത്ത് ഇങ്ങനെ കുറെ അരിത്മെറ്റിക് പ്രോഗ്രഷൻസിന് ഇതെല്ലാം സെയിം ആയിട്ട് വരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ കൺക്ലൂഡ് ചെയ്തെടുക്കാം എന്ന് പറഞ്ഞ് എടുത്തിരിക്കുന്നതാണ്. അപ്പൊ ഇതിനെല്ലാത്തിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? കറക്റ്റ് ആയിട്ട് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റി അല്ലെ? അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നതും ഈ സെയിം കൺസെപ്റ്റ് തന്നെയാണ്. പൊസിഷൻസിന്റെ സമ്മ്, അതായത് രണ്ട് പൊസിഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ ആ പൊസിഷൻസിന്റെ സം എന്ന് പറയുന്നത് ഈക്വൽ ആണ് എങ്കിൽ അവർക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള രണ്ട് പൊസിഷനിലുള്ള ടേംസ് ഉണ്ടല്ലോ, ആ ടേംസിന്റെ സമ്മ് എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും വരിക. അപ്പൊ അത് തന്നെയല്ലേ ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഈ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ആ സ്റ്റേറ്റ്മെന്റിന്റെ അതേ എക്സ്പ്ലനേഷൻ ഇത് വെച്ചിട്ടാണ് നമ്മൾ ആര് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്? സ്റ്റേറ്റ്മെന്റ് 1നെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റും ആണ്. ലാസ്റ്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിന്റെ എക്സ്പ്ലനേഷനുമാണ് അല്ലെങ്കിൽ റീസണുമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? അടുത്ത സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കിയാലോ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, if the length of the sides of two triangles are the same, then their angles are also same. രണ്ട് ട്രയാങ്കിൾസ് എടുത്തു. ആ രണ്ട് ട്രയാങ്കിൾസിന്റെ സൈഡ്സിന്റെ ലെങ്ത് ഈക്വൽ ആണ് എങ്കിൽ ആ ട്രയാങ്കിൾസ് സെയിം തന്നെയായിരിക്കും. അതായത് ഇപ്പൊ നമ്മൾ ട്രയാങ്കിൾ വരച്ചു. ഈ ട്രയാങ്കിള് ഇവിടെ 5, ഇവിടെ 6, ഇവിടെ 7 വന്നു. അതുപോലെ തന്നെ തൊട്ടടുത്ത പേജിൽ നമ്മൾ വേറൊരു ട്രയാങ്കിൾ വരച്ചു. അതിവിടെ 7, ഇവിടെ 6, ഇവിടെ 5 വരച്ചു. ഇതിനെ നമ്മൾ വെട്ടിയെടുത്തു, ഇതിനെ നമ്മൾ വെട്ടിയെടുത്തുവെങ്കിൽ രണ്ടുപേരെ ഒട്ടിച്ചു വെക്കുമ്പോൾ ഒരേ ആൾ തന്നെയല്ലേ കിട്ടുക? ഒരേ ആൾ തന്നെ കിട്ടും. അതേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ സിമ്പിൾ ആയിട്ട് ചിന്തിച്ചാൽ നമുക്ക് ആൻസർ പെട്ടെന്ന് കിട്ടും. അടുത്ത പറഞ്ഞിരിക്കുന്നത് എന്താ? if the angles of a triangle is same as the angles of another triangle, then the length of their sides are also the same. ആംഗിൾസ് സെയിം ആണെങ്കിൽ ലെങ്ത്തും സെയിം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേ കൂടുതൽ ആലോചിക്കാനൊന്നും പോണ്ട. നമ്മൾ ഇക്വലാറ്റർ ട്രയാങ്കിൾസ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സൈഡ് 3 ആയിട്ടുള്ള ഇക്വലാറ്റർ ട്രയാങ്കിൾ വരച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ ആംഗിൾ എല്ലാം സെയിം ആയിട്ട് വന്നില്ലേ? 60 ഡിഗ്രി, ഇത് 60 ഡിഗ്രി. നമ്മൾക്ക് ഈ സൈഡ് 3 ആയിട്ടുള്ളത് മാത്രമല്ലല്ലോ വരയ്ക്കാൻ പറ്റുള്ളൂ. ഒരു സൈഡ് 10 സെന്റിമീറ്റർ ഉള്ള ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയും നമുക്ക് വരയ്ക്കാൻ പാടില്ലേ? അങ്ങനെ വരുമ്പോ നമുക്ക് എന്ത് പറയാം? ആംഗിൾസ് സെയിം ആണെന്ന് കരുതി അവരുടെ സൈഡ് സെയിം ആയിക്കൊള്ളുന്നുണ്ടോ? ഇല്ല. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റും, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റെന്ന് പറയുന്ന ഓപ്ഷൻ ഏതാണെന്ന് നോക്കി അത് കറക്റ്റ് ചെയ്താൽ മതി. അപ്പൊ ബാക്കി 3 ഓപ്ഷൻസും നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, വായിച്ചു നോക്കേണ്ട കാര്യം വരുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് പ്രോബബിലിറ്റിയിൽ നിന്നാണ്. ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. 4 നമ്മൾ ചെയ്ത് നോക്കണം. 4 ക്വസ്റ്റ്യൻ ചെയ്യേണ്ട സമയം നമ്മുടെ പോകും. സ്പീഡിൽ ചെയ്യണം. ക്വസ്റ്റ്യൻ വായിക്കാം. A person is asked to say a number from first 10 natural numbers. ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സിൽ നിന്നാണ് നമുക്ക് കാര്യങ്ങൾ വേണ്ടത്. 1 തൊട്ട് 10 വരെ ഉള്ളത്. അതായത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് എഴുതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The probability for the number to be odd is 1/2.
ഒരു നമ്പർ നമുക്ക് ഒരാൾക്ക് എടുത്ത് ചോദിക്കുകയല്ലേ ചെയ്തതിന് ഏതെങ്കിലും ഒരു നമ്പർ പറയാൻ 10 വരെയുള്ള ഏതെങ്കിലും നമ്പർ പറയാൻ പറഞ്ഞപ്പോ അയാള് ഓഡ് നമ്പർ പറയാനുള്ള പ്രോബിലിറ്റിയാ വേണ്ടത്. എത്ര വലുതിൽ എത്ര ഓഡ് നമ്പർ ഉണ്ടായിരിക്കും? ഏത് 10 നാച്ചുറൽ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? പകുതി ഓഡ് നമ്പറും പകുതി ഈവൻ നമ്പറും ആയിരിക്കും അല്ലെ? അപ്പൊ ഒബ്വിയസ്ലി അത് അങ്ങനെ ചിന്തിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓഡ് നമ്പർ കിട്ടാനുള്ള പ്രോബിലിറ്റി 1/2 ആണെന്ന് കിട്ടും. അതായത് 1 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇവിടെ കറക്റ്റ് ആണ്. ഇവിടെ ഓപ്ഷനിലേക്ക് നോക്കുക. 1 ശരിയായിട്ടുള്ളത് മാത്രം എടുത്താൽ മതി, ബാക്കിയുള്ളവർ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്ത് കളയാം. ഇത് 1 ഇല്ലാത്തത് ഇതിലത് പറഞ്ഞിരിക്കുന്നത് 2ഉം 3ഉം ശരിയെന്നാണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 3ഉം 4ഉം ശരിയെന്ന. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്ത് കളയാൻ പറ്റും. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. പ്രോബിലിറ്റി ഫോർ ദിൻ നമ്മൾ 3ഉം 4ഉം 2ഉം 3ഉം ആണ് ഇവിടെ വന്നിരിക്കുന്നത്. 4നെ കുറിച്ച് ഓർക്കുന്നത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട. അപ്പൊ 2 ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാം. എന്ത് വരും? ദ പ്രോബിലിറ്റി ഫോർ ദ നമ്പർ ടു ബി മൾട്ടിപ്പിൾ ഓഫ് 3 ഈസ് 2/3 എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് 3യുടെ മൾട്ടിപ്പിൾ എത്ര ഉണ്ടെന്ന് നോക്കിയാൽ പോരെ? 3യുടെ മൾട്ടിപ്പിൾ 3 ഒരു മൾട്ടിപ്പിൾ ആണ്, 6 ഒരു മൾട്ടിപ്പിൾ ആണ്, 9 ഒരു മൾട്ടിപ്പിൾ ആണ്. വേറെ മൾട്ടിപ്പിൾസ് ഒന്നും ഇല്ല. അപ്പൊ ടോട്ടലി നമുക്ക് 3 നമ്പേഴ്സ് ആണ് മൾട്ടിപ്പിൾ ഓഫ് 3 വന്നിരിക്കുന്നത്. ആകെ എത്ര നമ്പർ ഉണ്ട്? 10 ഉണ്ട്. അപ്പൊ 3/10 ആൻസർ. ഇവിടെ 3/10 ആണോ പറഞ്ഞിരിക്കുന്നത്? 2/3 അല്ലേ? അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ നമുക്ക് 2 തെറ്റാണ് കിട്ടി. അപ്പൊ 2 ശരിയാണെന്നുള്ള ഈ ഓപ്ഷനും തെറ്റായി. അപ്പൊ ഒബ്വിയസ്ലി നമുക്ക് എന്ത് വരും ആൻസർ? ബി. ഓപ്ഷൻ ബി നമുക്ക് ആൻസറിലേക്ക് എത്തി. ബാക്കിയോട് ചെക്ക് ചെയ്യാം. പ്രോബിലിറ്റി ഫോർ ദ നമ്പർ ടു ബി പ്രൈം ഈസ് 2/5. അപ്പൊ പ്രൈം നമ്പേഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. 2 ഒരു പ്രൈം ആണ്, 3 ഒരു പ്രൈം ആണ്, 5 ഒരു പ്രൈം ആണ്, 7 ഒരു പ്രൈം ആണ്, 8ഉം 9ഉം 10ഉം പ്രൈം അല്ല. അപ്പൊ എത്ര പ്രൈം ഉണ്ട് ടോട്ടലി? 4 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. ആകെ 10 പേരിൽ 4 പേര് പ്രൈം ആണ്. അതായത് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ 2/5 വന്നു. സോ സ്റ്റേറ്റ്മെന്റ് 3 ശരിയായി. അടുത്ത പ്രോബിലിറ്റി ഫോർ ദ നമ്പർ ടു ബി പെർഫെക്റ്റ് സ്ക്വയർ ഈസ് 1/4. പെർഫെക്റ്റ് സ്ക്വയർ ആവാനുള്ള പ്രോബിലിറ്റി. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ ദേ 1 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, 9 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. വേറെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് 4ഉം ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. വേറെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഒന്നും എവിടെ ഇല്ല? ഇതിന്റെ അകത്ത് ഇല്ല അല്ലെ? അപ്പൊ ടോട്ടൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എത്രയുണ്ട്? 3 പേരുണ്ട്. ടോട്ടലി എത്ര നമ്പേഴ്സ് ഉണ്ട്? 10 പേരുണ്ട്. അപ്പൊ 3/10 ആണ് അഗെയിൻ നമുക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇവിടെ 1/4 അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് എന്ത് തന്നെയാണ്? തെറ്റു വന്നു. അപ്പൊ നോർമലി ഇത് രണ്ടെണ്ണം തെറ്റായി. ഓൾറെഡി നമുക്ക് ആൻസർ ബി എന്ന് കിട്ടുകയും ചെയ്തു. എക്സാമിൽ നമ്മൾ അത് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. ഇത് നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് മാത്രം എന്ത് ചെയ്തു? അത് ചെയ്തതേ ഉള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. തൊട്ട് മുന്നേ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പോലെ തന്നെ ഒരു ഫിഗറും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ജോമെട്രിയും ഈ ക്വസ്റ്റ്യൻസ് ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇൻ ദ ഫിഗർ O is the center of the circle, PQ is a chord, PRQ 50 degree, PSQ 50 degree. പറഞ്ഞിരിക്കുന്നത് എന്താ? ആംഗിൾ ഇൻ എ സെമി സർക്കിൾ 90 ഡിഗ്രി. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ 90 ഡിഗ്രി ആണെന്നാണ് അടുത്ത സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്. ഇപ്പൊ രണ്ടെണ്ണം ശരിയാണെന്ന് നോക്കാം. ഈ ആംഗിൾ 50 ഡിഗ്രി ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ആംഗിൾ എന്ത് തന്നെയായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. കാരണം സെയിം സെഗ്മെന്റിലുള്ള ആംഗിൾസ് എന്താണ്? ഈക്വൽ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ അതുകൊണ്ട് ഇത് 50 ആണെങ്കിൽ ഇത് 50 ആയിരിക്കും. സ്റ്റേറ്റ്മെന്റ് 2 പറഞ്ഞിരിക്കുന്നത് എന്താ? സെമി സർക്കിളിൽ ആംഗിൾ 90 ഡിഗ്രി ആണ്. അത് കറക്റ്റ് അല്ലേ? ആംഗിളിന്റെ സെമി സർക്കിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? റൈറ്റ് ആംഗിൾ ആണ്, അല്ലെങ്കിൽ 90 ഡിഗ്രി ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റും എന്ത് തന്നെയാണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2ഉം കറക്റ്റ് തന്നെയാണ്. അപ്പൊ നമുക്ക് എന്താണ്? ആദ്യത്തെ 2 ഓപ്ഷൻസിനെ കട്ട് ചെയ്ത് കളഞ്ഞു. പക്ഷെ ബാക്കി 2 ഓപ്ഷൻസ് നോക്കുക. നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിന്റെ റീസൺ പറഞ്ഞെന്തായിരുന്നു? ആ സെഗ്മെന്റിലെ ആംഗിൾസ് ആണ് സെയിം, അല്ലാണ്ട് സെമി സർക്കിളിന്റെ കാര്യമല്ലല്ലോ നമ്മൾ അവിടെ അപ്ലൈ ചെയ്തത്. അപ്പൊ റീസൺ ആയിരിക്കില്ല അല്ലെ? അപ്പൊ എന്ത് വരാം? സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് എന്താണ്? നോട്ട് ദ റീസൺ ഫോർ സ്റ്റേറ്റ്മെന്റ് 1. ഓപ്ഷൻ ഏത് വരും നമ്മുടെ റൈറ്റ് ആൻസർ? ഓപ്ഷൻ ഡി നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരും. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ നമുക്ക് 2 സ്റ്റേറ്റ്മെന്റും അറിഞ്ഞ് രണ്ടിനെ കുറിച്ചിട്ടുള്ള കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആൻസർ എഴുതാൻ വേണ്ടി പഠിക്കുക എന്നതാണ് ഇമ്പോർട്ടന്റ്. രണ്ടും ശരിയാണെന്ന് മാത്രം അറിഞ്ഞാൽ പോരാ, അവർ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കേണ്ടി ഇരിക്കുന്നു. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമ്മളെ കുറച്ചുകൂടി കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ മെഷർ ഓഫ് 2 സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഗിവൺ ഇൻ സൈഡ് എ. Measure of the third side is given in B. Which of the following is given below is correct? താഴെ തന്നിരിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എഴുതുന്നതേ ചോദ്യമുള്ളൂ. എയും തന്നിട്ടുണ്ട്, ബിയും തന്നിട്ടുണ്ട്. അതായത് ഒരു ട്രയാങ്കിളിന്റെ 2 സൈഡ്സ് തന്നിട്ടുണ്ട്. മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കുക. ഈ ഓപ്ഷനിൽ എടുത്ത് എഴുതാത്രേ ഉള്ളൂ. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 2 ഉണ്ട്, 4 ഉണ്ട്. അതായത് നമുക്ക് ട്രയാങ്കിൾസിന്റെ സൈഡ്സ് ആവണം എന്നുണ്ടെങ്കിൽ 3
നമ്പേഴ്സ് ട്രയാങ്കിളിന്റെ സൈഡ്സ് ആവണമെന്നുണ്ടെങ്കിൽ വലിയ സൈഡ് ഏതാണോ ആ വലിയ സൈഡിനേക്കാളും കൂടുതലായിരിക്കണം ചെറിയ രണ്ട് സൈഡ്സിന്റെയും സം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, 2ഉം 4ന്റെയും കൂടെ നമ്മളിവിടെ 3 എഴുതി എന്ന് വിചാരിക്കാം, മൂന്നാമത്തെ സൈഡ്. അപ്പൊ 3യും 2 ആണ് ചെറിയ രണ്ട് സൈഡ്സ്, 4 ആണ് വലിയ സൈഡ്. അപ്പൊ 2 + 3 എന്ന് പറയുന്നത് 5 വരും. ആ 5 എന്ന് പറയുന്നത് 4നേക്കാളും വലുതാണ്, പോസിബിൾ ആണ്. ഇനി 2ന്റെയും 4ന്റെയും കൂടെ നമ്മളിപ്പോ സപ്പോസ് 12 എഴുതിയെന്ന് വിചാരിക്കാം. ഇവിടെ വലിയ സൈഡ് ഏതാ? 12 ആ. അപ്പൊ 2ഉം 4ഉം കൂടെ ആഡ് ചെയ്താൽ 6 കിട്ടുള്ളൂ. 12നേക്കാളും വലുതാണോ? അല്ല. അപ്പൊ അത് പോസിബിൾ അല്ല. 12 പോസിബിൾ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തല്ല? 13ഉം പോസിബിൾ അല്ല. അപ്പൊ 1 എന്ന് പറയുന്നതിനോട് ആരേ മാച്ച് ആവുള്ളൂ? ഈ 3 എന്ന് പറയുന്നത്, അതായത് എ എന്ന് പറയുന്നതിനോട് മാച്ച് ആവുന്നത് ആരാണ്? 3 ആണ്. അപ്പൊ A3 വരുന്ന ഓപ്ഷൻസ് മാത്രം എടുത്താൽ മതി, ബാക്കി രണ്ടെണ്ണം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി അടുത്ത് B1 ആണോ 2 ആണെന്ന് ചെക്ക് ചെയ്താൽ നമ്മുടെ ആൻസർ ആയി. ബി എന്ന് പറയുന്നത് 9ഉം 4ഉം ആണ്. 9ഉം 4ഉം വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് 12 കൊടുത്ത് നോക്കുകയാണ്. അപ്പൊ 12 ആണ് വലിയ നമ്പർ. അപ്പൊ 9ഉം 4ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാ വരിക? 13 ആണ് വരിക. 13 എന്ന് പറയുന്നത് 12നേക്കാളും വലുതായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതും ട്രയാങ്കിൾസിന്റെ സൈഡ് ആണെന്ന് പറയാം. സോ ബിയുടെ ആൻസർ എന്ത് വരും? 1 വരും. അപ്പൊ A3 B1 സ്വാഭാവികമായിട്ടും എന്തിലേക്ക് പോകും? സി എന്ന് പറയുന്നത് 2ലേക്ക് പോകും. അല്ലെങ്കിലും 1ഉം 13ഉം നമുക്കിവിടെ ഒരു 13 വന്നു കഴിഞ്ഞാൽ മാത്രമേ പോസിബിൾ ആവുള്ളൂ. കാരണം 1ഉം 13ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ്? 14 വരും. ആ 14 എന്ന് പറയുന്നത് വലിയ സൈഡായ 13നേക്കാളും കൂടുതലായിരിക്കണം. അത് നിർബന്ധമാണ്. ഈക്വൽ ടു ആയിട്ട് കാര്യമില്ല, കൂടുതൽ തന്നെയാണ്. ഗ്രേറ്റർ ദാൻ തന്നെ വേണം, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു അവിടെ വരില്ല. അതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എക്സാം ഹാളിൽ കൺഫ്യൂഷൻ ആക്കുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു ഉണ്ടോ എന്നുള്ള ചിന്തയായിരിക്കും ചിലപ്പോൾ നമുക്ക് വരുന്നത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, which three measures of triangle being equal to the same measure of another triangle make the remaining three measures also equal? അതായത് കുറച്ച് ട്വിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യം, അതായത് നേരെ ചോദിക്കേണ്ടതിന് പകരം ഒന്ന് വളച്ചു ചോദിച്ചു എന്നേ ഉള്ളൂ. വിച്ച് ത്രീ മെഷേഴ്സ് ഓഫ് എ ട്രയാങ്കിൾ ബീയിങ് ഈക്വൽ ടു ദി സെയിം മെഷേഴ്സ് ഓഫ് അനദർ ട്രയാങ്കിൾ മേക്സ് ദ റിമൈനിങ് ത്രീ മെഷേഴ്സ് ഓൾസോ ഈക്വൽ? അതായത് ഏത് മെഷേഴ്സ് ഈക്വൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാലാണ്, മൂന്ന് ആംഗിൾസ് ഈക്വൽ ആയാലാണോ, അല്ലെങ്കിൽ മൂന്ന് സൈഡ്സ് ഈക്വൽ ആയാലാണോ, അതോ ഈ രണ്ട് സൈഡും ഒരു ആംഗിളും ഈക്വൽ ആയാലാണോ, അല്ലെങ്കിൽ ഒരു സൈഡും രണ്ട് ആംഗിളും ഈക്വൽ ആയാലാണോ ഈ രണ്ട് ട്രയാംഗിൾസ് ഈക്വൽ ആവണത്? ഈക്വൽ ട്രയാംഗിൾസ് എന്ന് പറഞ്ഞ പാട്ടിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. കുറെ പ്രോപ്പർട്ടി നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ, എസ് എസ് എ, എസ് എ എസ്, എസ് എസ് എ, എസ് എ എസ്, എ എസ് എ, അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് ഈക്വൽ ട്രയാംഗിൾസും സിമിലർ ട്രയാംഗിൾസ് അത് വേറെ കാറ്റഗറിയാണ്. സിമിലർ ട്രയാംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപോലെ ഇരിക്കുന്നേ ഉള്ളൂ, അല്ലാണ്ട് ഈക്വൽ അല്ല, രണ്ടും സെയിം അല്ല. അതിന്റെ അതേ റേഷ്യോ തമ്മിലാണ് സിമിലർ ട്രയാംഗിൾസിന്റെ ബന്ധമുള്ളത്. ഈക്വൽ ട്രയാംഗിൾസ് എന്ന് പറഞ്ഞാൽ അതേ ട്രയാംഗിൾ തന്നെ, രണ്ട് ട്രയാംഗിളും വെട്ടി ഒട്ടിച്ചു കഴിഞ്ഞാൽ ഒന്നിന് മുകളിൽ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇരിക്കും. അതാണ് ഈക്വൽ ട്രയാംഗിൾസ് വരുന്നത്. അപ്പൊ മൂന്ന് സൈഡ്സും ഈക്വൽ ആയി കഴിഞ്ഞാൽ അത് എന്താണ്? ഈക്വൽ ട്രയാംഗിൾ ആണ്. നമ്മൾ തൊട്ട് മുന്നത്തെ ഒരു ക്വസ്റ്റ്യനിൽ ഓൾറെഡി ചെയ്തതാണ്, ഈ കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാം. അപ്പൊ എന്ത് ഒരു ആൻസർ? 3 സൈഡ്സ് എന്നുള്ള ആൻസർ നമുക്ക് കിട്ടി. കാരണം 3 ആംഗിൾസ് അല്ലാന്ന് നമ്മൾ ഒരു ഇക്വലാറ്റർ ട്രയാംഗിളിന്റെ എക്സാമ്പിളിലൂടെ പറഞ്ഞതുമാണ്. ഈ 2 സൈഡ്സും ഒരു ആംഗിളും, രണ്ട് സൈഡും ഈക്വൽ ആയി. പക്ഷെ നമുക്ക് എന്താണ് പറഞ്ഞിരിക്കുക, അവരുടെ ഇടയിലുള്ള ആംഗിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിരുന്നു. പക്ഷെ അത് പറയാത്ത സ്ഥിതിക്ക് അത് എന്തല്ല, ഇത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇനി ഒരു സൈഡും രണ്ട് ആംഗിളും, ഒരു സൈഡും ഏതെങ്കിലും രണ്ട് ആംഗിൾ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആ രണ്ട് സൈഡിന്റെ വെർട്ടക്സിൽ നിന്നുള്ള ആംഗിൾസ് ആയിരിക്കണം എന്നത് ഒരു കണ്ടീഷനാണ്. അത് പറയാത്ത സ്ഥിതിക്ക് നമുക്ക് അതും പറയാൻ പറ്റില്ല. ത്രീ ആംഗിൾസ് എല്ലാം ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ ആൻസർ എന്ത് വരും? ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 3 സൈഡ്സ് എന്നുള്ളതായിരിക്കും ആൻസർ വരും. അടുത്ത ഒരു ചോദ്യം കൂടിയുണ്ട്. ഈ ചോദ്യം എന്ന് പറയുന്നത് MCQ ടൈപ്പ് അല്ലാത്ത ചോദ്യമാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇൻ ദ ഫിഗർ PQR ആർ ദി മിഡ് പോയിന്റ്സ് ഓഫ് ദി സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ABC. ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ ഉണ്ട്. P എന്ന് പറയുന്നതും Q എന്ന് പറയുന്നതും R എന്ന് പറയുന്നതും എന്താണ്? അതിന്റെ മിഡ് പോയിന്റ്സ് ആണ്. ABയുടെയും PCയുടെയും ACയുടെയും മിഡ് പോയിന്റ്സ് ആണ്. അങ്ങനെയാണ് എങ്കിൽ പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ? XYZ മിഡ് പോയിന്റ്സ് ഓഫ് ട്രയാങ്കിൾ APR. APR എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ട്. അതിന്റെ മിഡ് പോയിന്റ് ആണ് എക്സും വൈയും ഇസഡും. ഇനി എന്ത് പറഞ്ഞിരിക്കുന്നേ?
ഈ എക്സ് വൈ സെഡിന്റെ ഏരിയ, അതായത് ഈ ചെറിയ ട്രയാങ്കിളിന്റെ ഏരിയ 3 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇതിന്റെ ഏരിയ 3 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ബി സിയുടെ ഏരിയ, ഈ വലുതിന്റെ ഏരിയ. ചെറുതിന്റെ ഏരിയ തന്നിട്ടുണ്ട്, വലുതിന്റെ ഏരിയ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, ഒരുപാട് സമയം നമ്മുടെ പോവുകയും ചെയ്യും അല്ലെ. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് മാത്രമാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതുപോലത്തെ ട്രയാങ്കിൾസ് ഉണ്ട്. ഇതുപോലത്തെ ട്രയാങ്കിൾസ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ, അത് ട്രയാങ്കിൾസിന് മിഡ് പോയിന്റ്സ് വെച്ചിട്ടാണ് ഇവിടെ വരച്ചിരിക്കുന്നത് അല്ലെ. അതായത് ഈ വലിയ ട്രയാങ്കിൾ എടുത്തു, ആ വലിയ ട്രയാങ്കിളിന്റെയും 3 സൈഡിന്റെയും മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ടാണ് ഈ ഒരു ട്രയാങ്കിൾ വരച്ചിരിക്കുന്നത് അല്ലെ. അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ എത്ര ട്രയാങ്കിൾ ടോട്ടലി കിട്ടി? 1, 2, 3, 4 ട്രയാങ്കിളായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റൂലേ. ആ 4 ട്രയാങ്കിൾ എന്ത് തരം ട്രയാങ്കിൾ ആയിരിക്കും? ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും, അതായത് ഒരുപോലെയുള്ള ട്രയാങ്കിൾസ് ആയിരിക്കും. സിമിലർ ട്രയാങ്കിൾസ് അല്ല, ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും. ഈക്വൽ ട്രയാങ്കിൾസ് ആണെങ്കിൽ അവരുടെ ഏരിയയും എന്ത് തന്നെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഏരിയയും ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് അതുപോലെ തന്നെ നമ്മൾ ഇനി പറഞ്ഞിരിക്കുന്ന ചെറിയ ട്രയാങ്കിൾ ആണ്. ഈ ചെറിയ ട്രയാങ്കിളിന്റെയും മിഡ് പോയിന്റ്സ് ആണ് എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ജോയിൻ ചെയ്താണ് ഈ ട്രയാങ്കിൾ എക്സ് വൈ സെഡ് ട്രയാങ്കിൾ വരച്ചിരിക്കുന്നത്. അതിന്റെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് 3 എന്ന്. അതിന്റെ ഏരിയ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ പോർഷന്റെയും ഏരിയ എന്ത് തന്നെയായിരിക്കും? 3 തന്നെയായിരിക്കും. ഇത് 3 ആണ് എങ്കിൽ ഇതും 3 ആയിരിക്കും, ഇതും 3 ആയിരിക്കും, ഇതും 3 ആയിരിക്കും. അപ്പൊ ഈ ടോട്ടൽ ചെറിയ ട്രയാങ്കിളുടെ ഏരിയ ടോട്ടലി എത്ര വരും? ടോട്ടലി 3+3+3+3 അല്ലെങ്കിൽ 4 × 3 എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും അല്ലെ. 12 സെന്റിമീറ്റർ സ്ക്വയർ, അതായത് ഒരു ട്രയാങ്കിൾ 12 ആണ്. അപ്പൊ നമ്മൾ ഈ വലിയ ട്രയാങ്കിളിനെ ഇതേ പ്രോപ്പർട്ടി വെച്ചിട്ട് തന്നെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 4ആയിട്ട്. അപ്പൊ ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ 12 ആണ് എങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ഏരിയയും എത്ര തന്നെയായിരിക്കും? 12 തന്നെയായിരിക്കും. ഈ ട്രയാങ്കിളിന്റെ ഏരിയയും എത്ര തന്നെയായിരിക്കും? അഗെയിൻ 12 ആയിരിക്കും. ഇതിന്റെയും ഏരിയ എന്ത് തന്നെയായിരിക്കും? അഗെയിൻ 12 തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് എത്ര വരും? എത്ര 12 ഉണ്ട്? 12. ഇതും 12 ആയിരിക്കും, ഇതും 12 ആയിരിക്കും, ഇതും 12 ആയിരിക്കും. സോ ടോട്ടലി എത്ര 12 വരും അവിടെ? 12 × 4, 4 12 വരും അല്ലെ. ഡിവൈഡ് ഈക്വൽ ടു 8, 4, 48 ആയിരിക്കും. 48 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും നമുക്ക് എന്ത് വരാ? ഈ എ ബി സി എന്ന് പറയുന്ന വലിയ ട്രയാങ്കിളിന്റെ ഏരിയ വരിക. അപ്പൊ വലിയ ട്രയാങ്കിളിന്റെ ഏരിയ ചോദിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്താൽ മതി. ഇനിയിപ്പോ സപ്പോസ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ഒരു പാരലോഗ്രാം ഉണ്ട്. ഈ കാണുന്നത് ഒരു പാരലോഗ്രാം ആണ്. പാരലോഗ്രാമിന്റെ ഏരിയ വേണമെങ്കിൽ ചോദിക്കാം. ഈ പാരലോഗ്രാമിന്റെ ഏരിയ ചോദിക്കുന്ന പറഞ്ഞാൽ ഇനി കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. ഇത് 12 ആണ്, ഇത് 12 ആണ്. അപ്പൊ ടോട്ടൽ ഏരിയ എത്ര വരും? 24 വരും. ഇങ്ങനെയുള്ള 3 പാരലോഗ്രാം നമുക്ക് ഇവിടെ കിട്ടും. ഇതും ഒരു പാരലോഗ്രാം ആണ്, അതിന്റെ ഏരിയ എന്ത് തന്നെയായിരിക്കും? 12 തന്നെയായിരിക്കും. അപ്പൊ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? ഇതെല്ലാം മിഡ് പോയിന്റ്സ് ആണോ അല്ലയോ എന്ന് പ്രത്യേകം ചെക്ക് ചെയ്യണം. ആ മിഡ് പോയിന്റ്സ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഇത് പ്രോപ്പർട്ടി അറിയില്ല, ഇത് ഭയങ്കര ടഫാന്ന് വിചാരിച്ച് വിടുകയും ചെയ്യും. പക്ഷെ ഒരു മിനിറ്റ് പോലും വേണ്ടാതെ, പ്രോപ്പർട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് പോലും വേണ്ട നമുക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് നമുക്ക് തോന്നുന്ന മാത്തമാറ്റിക്സിന്റെ അകത്തുള്ള അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസും മാത്സ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസും ആണ്. പുതിയ മോഡൽ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്തിട്ട് പോവുക. എക്സാമിന് വരുവാണ് എങ്കിൽ നമ്മൾ അത് എഴുതണം. എഴുതാൻ മാത്രം പോരാ, ടൈം കൺസ്യൂം ചെയ്ത് എഴുതാനും അത് പഠിക്കണം. ഓക്കെ, അപ്പോ ടോസ് അക്കാഡമിയിലെ HSST കോച്ചിങ്ങും തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല വിജയം, നമുക്ക് നല്ല റാങ്കിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു എക്സാം ആയിരിക്കും HSST എന്ന് പറയുന്നത്. അതുപോലെ സെറ്റ് എക്സാമിന്റെയും കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സെറ്റ് എക്സാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. HSSTക്ക് മുന്നേ ഉള്ള, ഇനി വിളിക്കാൻ പോകുന്ന HSSTക്ക് മുന്നേ ഉള്ള സെറ്റ് എക്സാം ആയിരിക്കും ഇനി നടക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സെറ്റും ക്ലിയർ ചെയ്തെടുക്കുക. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.